സിജോയും അർജുനുമായിട്ട് ചെറിയൊരു ഉടക്കുണ്ടായിട്ടുണ്ടായിരുന്നു. സിജോ പറഞ്ഞു എല്ലാവരുടെ പൊസിഷനിലേക്ക് ജാസ്മിനും അർജുനും ശ്രീതും ഒക്കെ പൊസിഷൻ പോലും പറയാണ്ട് നിക്കണേനാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അർജുൻ സിജോയോട് പറഞ്ഞു, നീ നിന്റെ പൊസിഷൻ നോക്ക, ഞങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ പോയി നിന്നോളാം, സിജോ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ലൈവിൽ പിന്നെ റസ്മിൻ 4ാം സ്ഥാനത്തിന് വേണ്ടിയാണ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റസ്മിൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടെന്നും ആദ്യം ഞാൻ ഭയങ്കര ഫയറായിട്ട് വന്നുവെങ്കിലും പിന്നെ ഞാൻ കുറച്ച് ഡള്ളായിരുന്നു, എന്നാലും ഇപ്പം ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ഞാൻ നന്നായിട്ട് തന്നെ കളിക്കാൻ ശ്രമിക്കുകയാണെന്നും ഞാൻ നന്നായിട്ടൊരു പ്രകടനമായിരിക്കും കാഴ്ച വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് റസ്മിൻ പറയുകയുണ്ടായി. അപ്പൊ തന്നെ അർജുൻ അതിനെ എതിർത്തു. അർജുൻ പറഞ്ഞു, യെല്ലോ കാർഡ് നിനക്ക് കിട്ടിയിട്ട് നീ ഇവിടെ നിൽക്കുന്ന ആളാണ്, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല, 4-ന് പകരം 13 പോയി നിൽക്കാനാണ് അർജുൻ പറഞ്ഞത് റസ്മിനോട്. അപ്പൊ പിന്നെ സിജോയും ഒക്കെ അത് കയറി പിടിച്ചു, യെല്ലോ കാർഡിന്റെ കാര്യം പറഞ്ഞു. സിജോയും പറഞ്ഞു നോമിനേഷനിൽ വന്നിട്ട് പ്രേക്ഷകരുടെ വിധി അറിഞ്ഞിട്ടില്ല റസ്മിൻ എന്നുള്ളത്. അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു, യെല്ലോ കാർഡ് കിട്ടിയിട്ട് പ്രേക്ഷകരുടെ വിധി അറിയണം, അത് മാത്രമല്ല നിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടപ്പോഴാണ് അങ്ങനെ പ്രവർത്തിച്ചത്, അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, അങ്ങനെ കിട്ടിയ ഒരാൾ ഇവിടെ നിൽക്കാൻ അർഹതയില്ലെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ റസ്മിനോട് 13 പോയി നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.